കാലഘട്ടം 1945. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ആഴ്ചകളെ ആകുന്നുള്ളൂ. കൊറിയയുടെ തലസ്ഥാനമായ സിയോളിൽ പുതിയൊരു മാർഷൽ ആർട്ട് സ്കൂൾ ആരംഭിക്കുന്നു. ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും വന്ന അഭ്യാസികളായിരുന്നു ഇതിൻ്റെ അമരക്കാർ. അന്ന് ദൃക്സാക്ഷിയായത് തൈക്കോണ്ടോ എന്ന പുതിയൊരു ആയോധന കലയുടെ പിറവിക്കായിരുന്നു. ഒരു കൊറിയൻ ആയോധന കലയാണ് തൈക്കോണ്ടോ. തൈ എന്ന കൊറിയൻ വാക്കിനർത്ഥം കാലുകൊണ്ടുള്ള പ്രഹരം അഥവാ ചവിട്ടുക എന്നതാണ്. കോൺ എന്ന വാക്കിനർത്ഥം കൈകൊണ്ടുള്ള പ്രഹരം എന്നും ഡോ എന്ന വാക്കിനർത്ഥം കല അല്ലെങ്കിൽ വഴി എന്നുമാണ്. അതായത് തൈക്കോണ്ടോ എന്ന പദത്തിനർത്ഥം കൈകൊണ്ടും കാലുകൊണ്ടുമുള്ള പ്രഹരങ്ങളുടെ കല എന്നാണ്. തൈക്കോണ്ടോ പഠിക്കാനായി 5 കഴിവുകൾ അത്യാവശ്യമാണെന്ന് പറയുന്നു. മര്യാദ, സമഗ്രത, സ്ഥിരോത്സാഹം, ആത്മനിയന്ത്രണം, അദമ്യമായ മനോഭാവം എന്നിവയാണവ. ദക്ഷിണ കൊറിയയാണ് തൈക്കോണ്ടോയുടെ മാതൃരാജ്യം. തൈക്കോണ്ടോയെ 3 തരംതിരിച്ചിരിക്കുന്നു. പോംസെയാണ് ഒന്നാമത്തേത്. കിക്കിംഗ്, പഞ്ചിങ്, ബ്ലോക്കിംഗ് എന്നിങ്ങനെയുള്ള വിദ്യകളുടെ ശ്രേണിയാണ് പോംസെ. ക്യോറുഗിയാണ് രണ്ടാമത്തേത്. നേരിട്ടുള്ള ഫൈറ്റിംഗ് പ്രാക്ടീസാണ് ക്യോറുഗി. ഒളിമ്പിക്സിൽ കണ്ടുവരുന്ന തൈക്കോണ്ടോ സ്പാരിംഗ് സത്യത്തിൽ ക്യോറുഗിയാണ്. ഗിയോഗ്പ എന്നതാണ് മൂന്നാമത്തെ വിഭാഗം. മരപ്പലകകൾ അടിച്ചു തകർക്കുന്ന വിദ്യയാണ് ഗിയോഗ്പ. തൈക്കോണ്ടോയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചു കാണുന്നുണ്ട്. പ്രധാനമായും വാളും നെഞ്ചക്കും പോലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കാറ്. തൈക്കോണ്ടോ പരിശീലകർ വെള്ള നിറത്തിലുള്ള യൂണിഫോം ധരിക്കാറുണ്ട്. ഈ യൂണിഫോമിൻ്റെ പേര് ഡൊബോക് എന്നാണ്. തൈക്കോണ്ടോയുടെ ഉദ്ഭവം നേരത്തെ പറഞ്ഞ പോലെ 1940-50 കാലഘട്ടത്തിലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്നാൽ ഉദ്ഭവത്തെക്കുറിച്ച് തന്നെ 2 വാദങ്ങൾ നിലവിലുണ്ട്: ട്രഡീഷണലിസവും റിവിഷനിസവും. ട്രഡീഷണലിസ്റ്റ് പറയുന്നത് തൈക്കോണ്ടോ കൊറിയയുടെ തനത് ആയോധന കല ആണെന്നതാണ്. കൊറിയയിൽ തന്നെ വളർന്നു വന്നെന്നും മറ്റ് ആയോധന കലയുമായി ബന്ധമില്ലെന്നുമാണ് അവരുടെ വാദം. എന്നാൽ റിവിഷനിസ്റ്റുകൾ പറയുന്നത് ചൈനീസ് കുംഫുവും ജാപ്പനീസ് കരാട്ടയും കൂടിച്ചേർന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് തൈക്കോണ്ടോ എന്നാണ്. കൊറിയൻ ഗവൺമെൻറ് ആദ്യത്തെ വാദത്തെ പരക്കെ പ്രചരിപ്പിക്കുകയും തൈക്കോണ്ടോ എന്ന ആയോധന കലയെ പരമാവധി പിന്താങ്ങുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. 1966 ഇന്റർനാഷണൽ തൈക്കോണ്ടോ ഫെഡറേഷൻ കാനഡയിൽ ഉണ്ടാക്കുന്നതോടെ തൈക്കോണ്ടോയ്ക്ക് ലോക പ്രചാരം ലഭിക്കുകയും പ്രസിദ്ധമാവുകയും ചെയ്തു. തലയ്ക്കൊപ്പം ഉയരത്തിലുള്ള കിക്കുകളും ജമ്പിംഗ്, സ്പിന്നിംഗ് കിക്കുകളും കൊണ്ട് സമ്പന്നമാണ് തൈക്കോണ്ടോ. കരാട്ടയിൽ കാണുന്നത് പോലെ ബെൽറ്റ് ആൻഡ് കളർ സിസ്റ്റം തൈക്കോണ്ടോയിലും കാണുന്നുണ്ട്. 2000 തൈക്കോണ്ടോ ഒരു ഒളിമ്പിക് മത്സരമായി നിലവിൽ വന്നു. തൈക്കോണ്ടോയിലെ തന്നെ വിഭാഗമായ ക്യോറുഗിയാണ് അഥവാ സ്പാരിംഗ് ഒരു ഒളിമ്പിക് ഗെയിമായി വളർത്തിയെടുക്കുകയായിരുന്നു.